നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്കെതിരെ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അല്ലെങ്കിൽ അതിനുശേഷമുള്ള സംഭവങ്ങളിലൂടെയെല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സിദ്ദിഖ്, അതിനുശേഷം ബാബുരാജ്, ഇപ്പോൾ ഓരോരുത്തരുടെയും പേരുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇടവേള ബാബുവിൻ്റെ പേരെല്ലാം ആദ്യം തന്നെ കേട്ടതാണ്. ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തുള്ള മോഹൻലാലാണ്. അദ്ദേഹം ഇതുവരെ ഒരു യോഗം പോലും വിളിച്ചു ചേർത്തിട്ടില്ല എന്നും അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല എന്നുള്ളതുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വാർത്തകൾ. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അദ്ദേഹം അമ്മ പ്രസിഡൻ്റാണ് എന്നുള്ളൊരു സംഭവം ഓക്കെയാണ്. പക്ഷേ അതല്ലാതെ ഇതുപോലെ ഇതിക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു വിഷയത്തിലും മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ഭാഗത്ത് നിന്ന് ഒരു അഭിപ്രായ പ്രകടനം പോലും വന്നിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അവർ ഇതുപോലെയുള്ള വിവാദ സംഭവങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതും കൂടി ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ മമ്മൂട്ടിക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാം. പക്ഷേ മോഹൻലാലിന് അതിന് സാധിക്കത്തില്ല. കാരണം അദ്ദേഹം അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ളതാണ്. അടുത്ത മീറ്റിങ്ങിൽ തന്നെ ആ ഒരു രാജി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് മടുത്തു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ നിർബന്ധപ്രകാരമാണ് മോഹൻലാൽ അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നത്. മമ്മൂട്ടിയും ഇപ്പോൾ അമ്മ സംഘടനയിൽ നിന്ന് ഒരല്പം ദൂരം എടുത്തിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടിയുടെയും പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള വിവാദ വിഷയങ്ങളിൽ ഇവർ രണ്ടുപേരും ഇതിനു മുമ്പ് ഒരിക്കൽ പോലും പ്രതികരിച്ച് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിരിക്കും മോഹൻലാൽ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അമ്മയുടെ തലപ്പത്ത് നിന്ന് രാജിവെക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു.